ഗൗതം അദാനിയുടെ കീഴിലുള്ള കമ്പനികളെക്കുറിച്ച് ഹിൻഡൻബർഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷോർട്ട് സെല്ലിംഗ് സ്ഥാപനമാണ്. ഓഹരി വിപണികളിൽ ഷോർട്ട് സെല്ലിംഗ് നടത്തി ലാഭം ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. അവർ നടത്തുന്ന അവരുടെ റിസർച്ച് ഫൈൻഡിങ്സ് പുറത്തു വന്നു. അതിനുശേഷം OCCRP ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് അതിൻ്റെ റിപ്പോർട്ടും പുറത്തു വന്നു. ഇതേ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ ഗൗരവമുള്ള അന്വേഷണം ആവശ്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ ചിലർ സമീപിച്ചിരുന്നു. ആ ഹർജിയിൽ ഇന്നലെ സുപ്രീം കോടതിയുടെ വിധി വന്നു. സുപ്രീം കോടതി പറഞ്ഞത് സെബി അന്വേഷണം നടത്തുന്നുണ്ട്, അതുകൊണ്ട് സുപ്രീം കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രത്യേക അന്വേഷണം ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഈ സാഹചര്യം വിലയിരുത്തുകയാണ് OCCRPയുടെ, അതായത് ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റിൻ്റെ ഭാഗം കൂടിയായ ഇന്ത്യയിലെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ രവി നായർ. ദ എയ്ഡവും റിസാല അപ്ഡേറ്റും ചേർന്ന് അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഹിൻഡൻബർഗ് റിപ്പോർട്ട് സംബന്ധിച്ചും OCCRPയുടെ റിപ്പോർട്ട് സംബന്ധിച്ചുമുള്ള ഹർജികളിൽ സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നു. പ്രത്യേക അന്വേഷണം ആവശ്യമില്ല, സെബി തുടരുന്ന അന്വേഷണം നടക്കട്ടെ, അല്ലെങ്കിൽ സെബി നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷണം തുടരട്ടെ എന്നുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിൽ പ്രധാനമായിട്ട് അവർ പറയുന്നത് ഈ രണ്ട് ഏജൻസികളും വിദേശത്തു നിന്നുള്ള ഏജൻസികളാണ്, അവരുടെ റിപ്പോർട്ട് മാത്രമായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. എങ്ങനെയാണ് ഈ പറയുന്ന റിപ്പോർട്ടിനെ, ഈ പറയുന്ന സുപ്രീം കോടതിയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഡയറക്ഷനെ സാറ് നോക്കി കാണുന്നത്? ഇതിൽ രണ്ട് വിഷയമുണ്ട്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെബി ആസ് എ റെഗുലേറ്ററി അതോറിറ്റി, സെബിയുടെ മാൻഡേറ്റ് ഓഹരി വിപണികളിലെ ലിസ്റ്റ് ചെയ്ത കമ്പനികളും അതിൻ്റെ ഓഹരി വിപണിയിൽ ഉണ്ടാകുന്ന ഇതിനെക്കുറിച്ചും അന്വേഷിക്കുക എന്നുള്ളത് മാത്രമാണ്. OCCRP നമ്മൾ പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ടിൽ നമ്മൾ കണ്ടെത്തിയത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, 2010-നും 2013-നും ഇടയ്ക്ക് അഡാനി ഗ്രൂപ്പ് അവരുടെ രണ്ട് പവർ പ്ലാന്റിന് മഹാരാഷ്ട്രയിലും രാജസ്ഥാനിലുമായിട്ട് രണ്ട് തെർമൽ പവർ പ്ലാന്റ്സിന് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്തു, ചൈന, സൗത്ത് കൊറിയയിൽ നിന്നൊക്കെ. അതിൽ എന്താ ചോദിച്ചാൽ ഇവരൊരു ഇന്റർനാഷണൽ ടെൻഡർ പുറത്തിട്ടു. എന്നിട്ട് ഈ ടെൻഡർ ജയിച്ചത് ദുബായിലുള്ള ഒരു കമ്പനി. ആ ദുബായിലുള്ള കമ്പനിയുടെ ആ സമയത്തെ പേരും ചൈനയിൽ നിന്ന് ഇവർ കോൺട്രാക്ട് സൈൻ ചെയ്ത കമ്പനിയുടെ പേരും ഒരേതാ. പക്ഷേ ഈ ദുബായിലുള്ള കമ്പനി ഇറ്റ്സ് എ പേപ്പർ കമ്പനി, അത് ഇറ്റ്സ് എ ഷെൽ കമ്പനി, അതിലൊന്നുമില്ല. ഒരു രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയുടെ പേര് അത്രേ ഉള്ളൂ. ആ കമ്പനിയുടെ ഓണർ വിനോദ് അഡാനി ആയിരുന്നു. എന്നിട്ട് ചൈനയിൽ നിന്നും സൗത്ത് കൊറിയയിൽ നിന്നും എക്യുപ്മെന്റ്സ് നേരെ ഇങ്ങോട്ട് വരും ഇവരുടെ പ്ലാന്റിലേക്ക് വേണ്ടിയിട്ട്. മഹാരാഷ്ട്രയിൽ ഏതാ പോർട്ട് വെച്ചാൽ അവിടെ വരും. അവിടുന്ന് പക്ഷെ ബില്ല്, ഇതിന്റെ ഇൻവോയ്സ്, ഈ എക്യുപ്മെന്റ്സിന്റെ ഇൻവോയ്സ് ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചറർ ചൈനയിൽ നിന്നോ എവിടെ വെച്ചാൽ അവര് ദുബൈയിലെ കമ്പനിക്ക് അയക്കും. ദുബൈയിലെ കമ്പനി സപ്പോസ് 100 രൂപയാണ് ഒരു സാധനത്തിന്റെ വിലയെങ്കിൽ അതിനെ 220 രൂപയാക്കിയിട്ട് അഡാനിയുടെ ഇന്ത്യൻ കമ്പനികൾക്ക് അയക്കും. അപ്പൊ ഇവിടുന്ന് അഡാനിയുടെ ഇന്ത്യൻ കമ്പനി 220 രൂപ ദുബൈയിലെ വിനോദ് അഡാനിയുടെ കമ്പനിക്ക് അയക്കും. അവിടുന്ന് 120 രൂപ വിനോദ് അഡാനി പ്രോഫിറ്റ് വെച്ചിട്ട് 100 രൂപ ചൈനീസ് കമ്പനിക്ക് അയച്ചു കൊടുക്കും. സോ ഇതായിരുന്നു മോഡസ് ഓപ്പറാൻഡി. ഇങ്ങനെ കടത്തിയത് ഏകദേശം ഒരു 6,278 കോടി രൂപയാണ് അന്ന് കടത്തിയത്. അന്നത്തെ കൺവേർഷൻ റേഷ്യോന്റെ, അന്നത്തെ $US ഇന്ത്യൻ റുപ്പീസിന്റെ കൺവേർഷൻ റേഷ്യോന്റെ ഇത് വെച്ചിട്ടാണ് പറയാണ്. നമ്മൾ ഇപ്പോഴത്തെ കൺവേർഷൻ റേഷ്യോ എടുക്കുകയാണെങ്കിൽ അത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 8,300 കോടി രൂപ. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി. ഇതായിരുന്നു DRI കണ്ടെത്തിയത്. 2014 മെയ് 15-ന് DRI ഷോക്കോസ് നോട്ടീസ് അയച്ചു അഡാനി ഗ്രൂപ്പിന്. 16-ന് ഇലക്ഷൻ റിസൾട്ട് വന്നു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ഫോം ചെയ്യുന്നുള്ളത് ഉറപ്പായി. BJP ജയിച്ചു, മാസീവ് വിക്ടറി. അത് കഴിഞ്ഞിട്ട് ആ കേസ് ഒരു വിധത്തിൽ പറഞ്ഞാൽ അത് തേഞ്ഞു മാഞ്ഞു പോവുകയുണ്ടായത്. ഇപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ് ഉണ്ടായിട്ടും, ഇതിന്റെ എല്ലാ ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്, ബാങ്ക് ട്രാൻസാക്ഷന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ടായിട്ടും DRIയുടെ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി, അതായത് ഫസ്റ്റ് ലെവൽ ഓഫ് DRIയുടെ ഓൺ കേസുകളൊക്കെ നോക്കുന്ന അതോറിറ്റി, KVS സിംഗ്, പുള്ളി പറഞ്ഞു വിനോദ് അഡാനി ഗ്രൂപ്പിന്റെ ഭാഗമാണെങ്കിലും
ഈ ട്രാൻസാക്ഷൻസ് ആർ അറ്റ് ആംസ് ലെങ്ത്. അതിന്റെ ലോജിക് എന്താണെന്ന് ഇന്നുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. അപ്പൊ DRI അതിന്റെ അടുത്ത ലെവലിൽ പോയി. അതായത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി കഴിഞ്ഞാൽ സെസ്റ്റാറ്റ് ഉണ്ട്, അതായത് കസ്റ്റംസ് സർവീസ് ടാക്സ്, കസ്റ്റംസ് എക്സൈസ് സർവീസ് ടാക്സ് അപ്പലറ്റ് ട്രൈബ്യൂണൽ, സെസ്റ്റാറ്റ്. അവിടെ പോയി KVS സിംഗിന്റെ കണ്ടുപിടുത്തങ്ങൾ ശരിയാണ്, ഈ ട്രാൻസാക്ഷൻ ആംസ് ലെങ്താണ് സെസ്റ്റാറ്റും പറഞ്ഞു. എന്നാൽ ഇവർക്കെല്ലാം അറിയാം വിനോദ് റാണി ഈസ് എ പാർട്ട് ഓഫ് അഡാനി ഗ്രൂപ്പ്. ബിസിനസ് ടെർമിനോളജിയിൽ ദീസ് ആർ ആക്ച്വലി റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ്. അത് ഇവർക്ക് അറിഞ്ഞിട്ടും അവരത് ചെയ്തില്ല. അപ്പൊ DRI സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി കേസ് എടുത്തു പോലും ഇല്ല, ആ കേസ് നോക്കിയ പോലും ഇല്ല. പറഞ്ഞു അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയും സെസ്റ്റാറ്റും ക്ലീൻ ചിറ്റ് കൊടുത്തതുകൊണ്ട് ഞങ്ങൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കേസ് ഡിസ്മിസ്ഡ്. അഡാനി പറയണത് വി ഗോട്ട് ക്ലീൻ ചിറ്റ്. ഇപ്പൊ ഈ പെറ്റീഷനേഴ്സ് അതും കൂടെ അന്വേഷിക്കണം എന്ന് വെച്ചിട്ടാണ് SIT ഇതാക്കാൻ പറഞ്ഞത്. അപ്പൊ ഇതില് സെബി അന്വേഷിക്കേണ്ട, സെബി ആ ഭാഗം അന്വേഷിക്കുന്നില്ല. സെബി ഓഹരി വിപണിയിലെ തിരിമറികളെ കുറിച്ച് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഇത് ഇവരുടെ കമ്പനികളിൽ, ഇവരുടെ റിലേറ്റഡ് പാർട്ടി, ഈ ലിസ്റ്റഡ് കമ്പനീസിലെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ടോ, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് അഡാനി അവരുടെ തന്നെ കാശ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് മാത്രമേ അന്വേഷിക്കുന്നുള്ളൂ. ഞങ്ങൾ OCCRP കണ്ടുപിടിച്ചത് എന്താ വെച്ചാൽ, ഇവിടെ നിന്ന് ഇങ്ങനെ ഈ കടത്തിയ പൈസ, ഈ 6278 കോടി രൂപ, ഈ വിനോദ് റാണിയുടെ ദുബായിലെ കമ്പനി മൗറീഷ്യസിൽ വേറൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് അവിടുന്ന് ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തു ബർമുഡയിലുള്ള ഒരു ഫീഡർ ഫണ്ടിലേക്ക്, ഒരു വലിയ ഫണ്ട്, ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. ആ ഫണ്ടിൽ നിന്ന് മൗറീഷ്യസിലുള്ള 2 ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടിലേക്ക് ഈ പൈസ അയച്ചു. അതായത് അതിന്റെ പേര് എമർജിംഗ് ഇന്ത്യ ഫോക്കസ് ഫണ്ട് ആൻഡ് EM റീസർജന്റ് ഫണ്ട്. ആ 2 ഫണ്ടുകളും അഡാനിയുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു. സോ ബേസിക്കലി അഡാനി ഗ്രൂപ്പ് ഇവിടുന്ന് കള്ളത്തരത്തിൽ കാശ് പുറത്തു കൊണ്ടുപോയി, അതിനെ ഫണ്ടുകൾ ഉപയോഗിച്ച് വിനോദ് റാണി തിരിച്ച് ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പൊ സെബിയുടെ അന്വേഷണം നടക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സെബി ഒരു 13 ഇങ്ങനത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ പേര് അതിലിട്ടിട്ടുണ്ട്, കുറെ ഫണ്ടുകളുടെ. അൽബുല ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, ക്രസ്റ്റ, LTS, ഏഷ്യ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട്, അങ്ങനെ കുറെ ഉണ്ട്. ന്യൂ ലിയന, അതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞ 2 EM റീസർജന്റ് ഫണ്ടിന്റെയും എമർജിംഗ് ഇന്ത്യ ഫോക്കസ് ഫണ്ടിന്റെയും പേരുണ്ട്. അപ്പൊ ആ ഒരു ഭാഗം മാത്രമേ സെബി നോക്കുന്നുള്ളൂ. പെറ്റീഷണേഴ്സ് ചോദിച്ചത് അത് മാത്രമായിരുന്നില്ല, ആ ഓഹരി വിപണിയിലെ തിരിമറികളെ കുറിച്ച് മാത്രമായിരുന്നില്ല, ഈ കള്ളപ്പണത്തിന്റെ ഏർപ്പാട് അതിനെക്കുറിച്ചുകൂടെ നോക്കാനാണ് ചെയ്തത്, പെറ്റീഷൻ കൊടുത്തത്. അതിലേക്ക് കോർട്ട് പോയിട്ടേ ഇല്ല, കോർട്ട് നോക്കിയിട്ടേ ഇല്ല. ഒന്ന്. രണ്ടാമത്തെ, കോടതിയുടെ ഉത്തരവില് ഒരു കാര്യം പറയേണ്ട, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതിനെ ഫോർവേഡ് കൊണ്ടുപോകാൻ സഹായിക്കണമെന്ന്. അപ്പോൾ സുപ്രീം കോടതി ആദ്യം ഒരു കമ്മിറ്റിയെ നിയോഗിച്ചു, ഒരു 5-6 പേരുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി നിയോഗിച്ചിട്ട് അവരൊരു റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സബ്മിറ്റ് ചെയ്തു. ഈ ഹിൻഡൻബർഗ് അലിഗേഷൻസ് ആദ്യം വന്നിട്ട് ഈ കേസ് ഫയൽ ചെയ്ത സമയത്ത്. അപ്പോൾ ആ റിപ്പോർട്ടിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. എന്താ വെച്ചാൽ, സെബി ഈസ് എ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി. അപ്പോൾ അവരുടെ പവർ ലിമിറ്റഡ് ആണ്. അപ്പൊ ഇന്ത്യക്ക് വെളിയിൽ എന്തെങ്കിലും വേണമെങ്കിൽ അവർക്ക് എഴുതാം, അവിടുത്തെ റെഗുലേറ്ററി ബോഡീസിന് എഴുതാം, അവർക്ക് വേണമെങ്കിൽ അവർ കൊടുക്കും, വേണമെങ്കിൽ കൊടുക്കില്ല. അപ്പോൾ സെബി മൗറീഷ്യസിലേക്കും സിംഗപ്പൂരിലേക്കും UAE എഴുതിയപ്പോൾ അവിടുന്ന് റെസ്പോൺസ് ഒന്നും വന്നില്ല ഈ ട്രാൻസാക്ഷനെ പറ്റിയിട്ട്. അപ്പൊ സെബി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്, ഇൻകം ടാക്സ്, ED ഇവരെയൊക്കെ സമീപിച്ചു. എന്നിട്ട് ഇവരുടെയൊക്കെ സഹായം വേണമെന്ന് പറഞ്ഞു. ഇവരാരും സെബി ആയിട്ട് കോപ്പറേറ്റ് ചെയ്തില്ല. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഈ കമ്മിറ്റി അപ്പൊ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ സഹായിച്ചില്ല? അപ്പൊ ആ കമ്മിറ്റി പറഞ്ഞത്, ആ കമ്മിറ്റിയോട് ഇവര് CBDT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞത്, സെബി ഞങ്ങൾക്ക് ഫോർമലായിട്ടൊരു കംപ്ലൈന്റ് തന്നില്ല, ഫോർമലായിട്ടൊരു കേസ് ഞങ്ങളുടെ അടുത്ത് ഫയൽ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ഇതിൽ ഏറ്റവും രസമായിട്ടുള്ള ഒരു കാര്യം എന്താ അറിയോ? സെബി, CBDT, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്
ഇതെല്ലാം മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കീഴിലാണ്. അതായത് ഒരേ മിനിസ്റ്ററുടെ ഡിഫറെന്റ് ആംസ് ആണ്. എന്നിട്ടും ഫോർമലായിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാത്തതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നതെന്ന് പറഞ്ഞവരോട് തന്നെ ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞു ഗവൺമെന്റ് ഷുഡ് ടേക്ക് ഇറ്റ് ഫോർവേഡ്. അത് മോദി ഗവൺമെന്റ് അഡാനിക്കെതിരെയുള്ള അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകാന്ന് വെച്ച് കഴിഞ്ഞാല് തമാശ. ഇത് നമ്മൾ പറയുമ്പോൾ ഫസ്റ്റ് ഒബ്സർവേഷൻ ഇതാണ്. ഇത് നമ്മൾ പറയുമ്പോഴേ ഇപ്പോൾ ഓർഗനൈസ്ഡ് ക്രൈം ആൻഡ് കറപ്ഷൻ റിപ്പോർട്ടിംഗ് പ്രോജക്റ്റ് ഇതിൻ്റെ ഭാഗമായിരുന്നു താങ്കളും. അപ്പോൾ ഇതിൽ ഇപ്പോഴുമാണ് ഇപ്പോഴുമാണ് ഓക്കെ. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ ഓക്കെ. അപ്പോൾ ഇതിൽ സെബിയുടെ കാര്യം താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, മറ്റ് രാജ്യങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ട ഡീറ്റെയിൽസ് കിട്ടിയില്ല എന്നുള്ളത്. ഇപ്പോൾ OCCRPയുടെ റിപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ അദാനിയുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്, മറ്റ് രാജ്യങ്ങളിൽ നടത്തിയിരിക്കുന്ന ഷെൽ കമ്പനി ഫോം ചെയ്തിരിക്കുന്നതിൻ്റെ വിവരങ്ങളുണ്ട്, അതിൽ പങ്കാളികളായിരിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള 2 പേരുടെ പേര് അതിൽ പറയുന്നുണ്ട്. അവരെ നേരത്തെ അദാനി ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഡയറക്ടേഴ്സ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ കമ്പനി വിനോദ് അദാനിയുടെ കമ്പനിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് സംബന്ധിച്ച് എങ്ങനെയാണ് ഇത് റൂട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ള കാര്യം OCCRPയുടെ റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഹിൻഡൻബർഗ് റിപ്പോർട്ടിൽ അത്രയും ഡീറ്റെയിൽ ഉണ്ടായിരുന്നില്ല. ഇതിൽ കുറേ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ റൂട്ട് എങ്ങനെയാണ് എന്ന് വളരെ കൃത്യമായിട്ട് വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസിൻ്റെ ഇതെങ്ങനെയാണ് ഈ എന്താ പറയുക എക്യുപ്മെൻറ്റ്സ് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻവോയ്സ് കൂട്ടി വെച്ചുകൊണ്ട് പണം വിദേശത്തേക്ക് കടത്തി അത് റൂട്ട് ചെയ്ത് മറ്റ് കമ്പനികളിലേക്ക് കൊണ്ടുവന്നു വെച്ചാൽ 2010 തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് ഇത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും സമയമുണ്ട്. അതായത് 2010 മുതൽ 2024 നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്തിനിടയിൽ എന്ത് അന്വേഷണം നടന്നു, എന്താണ് സംഗതികൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇത് ജുഡീഷ്യസ് ആയിട്ട് ചോദിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം കോടതിക്കില്ലേ? 2014 ഈ ഷോക്കോസ് നോട്ടീസ് ഫയൽ ചെയ്യുന്നതിന് മുമ്പ് 4-5 മാസം മുമ്പ് 2031 അന്നത്തെ DRI ചീഫ് നജീബ് ഷാ, പുള്ളി അന്നത്തെ സെബിയുടെ ചീഫായിരുന്നു, സെബിയുടെ ചെയർമാൻ ആയിരുന്നു. UK സിന്നയ്ക്ക് ഒഫീഷ്യലായിട്ട് ഒരു എഴുത്തെഴുതി അഡാനി ഗ്രൂപ്പ് ഇങ്ങനെ പൈസ പുറത്തേക്ക് കടത്തുന്നുണ്ട്, അത് റീറൂട്ട് ചെയ്ത് അഡാനി ഗ്രൂപ്പിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിനെപ്പറ്റി ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം എന്ന് വെച്ചിട്ട് പുള്ളി എവിഡൻസ് അടക്കം അന്ന് സീരിയൽ ഇപ്പൊ പെൻഡോകളുടെ പോലെ ഒരു സീരിയൽ എവിഡൻസും കൊടുത്തു. ഗവൺമെന്റ് മാറിയ ശേഷം സെബി അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തോ ഇല്ലയെന്ന് ഇന്നും ഒരാൾക്കും അറിയില്ല. UK സിന്ന ഇന്ന് ആരാണ്? UK സിന്ന അഡാനി ഗ്രൂപ്പിന്റെ ചാനൽ ഉണ്ടല്ലോ NDTV, അതിന്റെ he is a non-executive chairman of NDTV, അഡാനിയുടെ എംപ്ലോയി ആണ്. ഓക്കെ. ഇത് നടക്കുന്ന സമയത്ത് 2017 വരെ UK സിന്നയുടെ ഞങ്ങൾ കൊണ്ടുവന്ന റിപ്പോർട്ടിൽ ഈ തിരിമറികൾ മൊത്തം നടന്നത് UK സിന്നയുടെ സമയത്താണ്. UK സിന്ന ഇന്ന് വരെ പറഞ്ഞിട്ടില്ല അതിനെപ്പറ്റിയിട്ട് അന്വേഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി തെളിവൊന്നും കിട്ടിയിട്ടില്ല എന്ന് UK സിന്ന ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു സംഭവം നടന്ന കുറെ കാലമില്ല. 2, അപ്പൊ ഈ DRIയുടെ ഇത് വെച്ചിട്ട് CBI ഒരു കേസ് ഫയൽ ചെയ്തു, ഒരു പ്രിലിമിനറി എൻക്വയറി സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനത്തെ എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്തതിന്റെ. 2015 ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് CBI കേസ് ക്ലോസ് ചെയ്തു. എന്താ റീസൺ പറഞ്ഞില്ല, അത് ഭയങ്കര തമാശ. ഇത് നടന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ അവിടെ ഞങ്ങൾക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, CBIക്ക് മഹാരാഷ്ട്രയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഫയൽ ക്ലോസ് ചെയ്തു. ഓക്കെ. 2018 മുതൽ 2014 അഡാനിയുടെ 3 കമ്പനികളെ ലിസ്റ്റഡ് ഉണ്ടായിരുന്നുള്ളൂ മോദി ഗവൺമെന്റ് വരുന്ന സമയത്ത്. ദ ഫ്ലാഗ്ഷിപ്പ് കമ്പനി അഡാനി എന്റർപ്രൈസസ് ലിമിറ്റഡ്, പോർട്ട് അഡാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ APSEZ, അഡാനി പവർ ലിമിറ്റഡ് APL, ഇത് 3 തന്നെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അഡാനി ഗ്രൂപ്പിന്റെ 10 കമ്പനികൾ ലിസ്റ്റഡ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞ 9 വർഷം കൊണ്ടുണ്ടായതാണ്. മോദി ഗവൺമെന്റ് ഭരണ സമയത്ത് അഡാനിയുടെ കീഴിൽ 2 പോർട്ട് ഉണ്ടായിരുന്നു, ഇന്ന് 14 പോർട്ടാണ്. കഴിഞ്ഞ 9 വർഷം കൊണ്ട് അഡാനി ബിക്കം ദ ലാർജസ്റ്റ് പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്റർ ഇൻ ഇന്ത്യ.
ഇന്ത്യയിലെ മൊത്തം എയർ ട്രാഫിക്കിലെ പാസഞ്ചേഴ്സിൻ്റെ 27% കൺട്രോൾ ചെയ്യുന്നത് അഡാനി ഗ്രൂപ്പാണ്. അഡാനി ഗ്രൂപ്പിൻ്റെ എയർപോർട്ടിൽ കൂടെ പോകുന്നത്. ഓക്കെ, അഡാനി ഗ്രൂപ്പിന് എലിജിബിലിറ്റി ഉണ്ടായിരുന്നില്ല. അഡാനി ഗ്രൂപ്പിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് റൂൾസും റെഗുലേഷൻസും ചേഞ്ച് ചെയ്തു. ഇന്ത്യയിൽ സ്പെഷ്യൽ ഇക്കോണമിക് സോൺ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരേ ഒരു പവർ സ്റ്റേഷനേ ഉള്ളൂ, സിംഗിൾ സ്റ്റാൻഡ് അലോൺ പവർ സ്റ്റേഷൻ, അത് ഗോഡ്ഡ. അഡാനിക്ക് വേണ്ടിയിട്ട് മോദി ഗവൺമെൻറ് നിയമങ്ങൾ മാറ്റിയിട്ട് സ്പെഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തതാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് കൊളംബോ പോർട്ടിലൊരു ടെർമിനൽ ഉണ്ടാക്കാൻ മോദി ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്തത് അഡാനി ഗ്രൂപ്പിനാണ്. എന്തുകൊണ്ട് ബോംബെ പോർട്ട് ട്രസ്റ്റിനെയോ കൽക്കട്ട പോർട്ട് ട്രസ്റ്റിനെയോ നമ്മുടെ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിനെയോ റെക്കമെൻഡ് ചെയ്തില്ല? വൈ അഡാനി? ഹൂ ഈസ് ഹി? ഉത്തരവില്ല. അപ്പൊ ഇതൊക്കെയായിരുന്നു ഈ പെറ്റീഷണേഴ്സിന്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പൊ അതിന് ഒരു ഈ ഹിൻഡൻബർഗ് റിപ്പോർട്ടും നമ്മളുടെ റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ, OCCRP റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ദേ ഹാഡ് മോർ എവിഡൻസ് ടു ആർഗ്യൂ ദിസ് കേസ്. ബട്ട് കോടതി അത് നോക്കിയില്ല. കോടതി സെബിയുടെ ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നുണ്ട്. അപ്പൊ സെബിയുടെ ഇൻവെസ്റ്റിഗേഷനെ ഞങ്ങളിപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ അത് ഇൻവെസ്റ്റേഴ്സിന്റെ കോൺഫിഡൻസ്, സെബിയിലുള്ള കോൺഫിഡൻസിനെ ബാധിക്കും. അതുകൊണ്ട് അതങ്ങനെ പൊയ്ക്കോട്ടെ. ദാറ്റ്സ് ക്രക്സ് ഓഫ് ഇറ്റ്. പക്ഷെ വേറൊരു പ്രശ്നം കൂടെ ഉണ്ട് ഇവിടെ. 2018 ശേഷം അഡാനി ഗ്രൂപ്പിന്റെ ഓഹരി വിപണിയിലെ വളർച്ച അത് ഇന്ന് വരെ വേറൊരു കമ്പനിക്കും കാണാത്ത തരത്തിലുള്ള ഒരു വളർച്ചയായിരുന്നു. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് റീച്ച് ദ പിനാക്കിൾ 2022 സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇറ്റ് റീച്ച് ദ പിനാക്കിൾ. ആ സമയത്ത് അഡാനി ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇറ്റ് റീച്ച് അറൗണ്ട് $262 billion. മോദി ഗവൺമെന്റ് വരുമ്പോൾ $7 billion ആയിരുന്നു മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 2014. 2013 സെപ്റ്റംബറിൽ $7 billion ആയിരുന്നു അഡാനി ഗ്രൂപ്പിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അന്നത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 35,000-40,000 കോടി രൂപ താഴെ. 2022 സെപ്റ്റംബറിൽ മോദി ഗവൺമെന്റ് വന്ന ശേഷം കൂടിയ വളർച്ചയാണ്. ഇത് 262 ബില്യൺ എത്തി. ഓക്കെ, സോ വാട്ട് ഈസ് ദ റീസൺ? അപ്പൊ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, നോട്ട് സോ നാച്ചുറൽ, ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഇങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവുമ്പോൾ it is the duty of SEBI to investigate it without any complaint. SEBI ചെയ്തില്ല. But now the other interesting thing is ഈ 2020 ജൂലൈയിൽ മഹുവ മൊയ്ത്ര 20 ജൂലൈയിലോ 25 ജൂലൈയിലോ എനിക്കറിയില്ല, ഓർമ്മയില്ല കൃത്യമായിട്ട്. ഐ തിങ്ക് 20 കോവിഡ് അല്ല, 21 മഹുവ മൊയ്ത്ര she raised the questions in parliament. അപ്പോൾ അന്നത്തെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് ഒരു റിട്ടേൺ റിപ്ലൈ കൊടുത്തു മഹുവ മൊയ്ത്രയ്ക്ക്. അതിൽ അഡാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിന്റെ പേരുണ്ടായിരുന്നു, എല്ലാ കമ്പനികളുടെ പേരുണ്ടായിരുന്നു. അതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണേഴ്സ് ആരൊക്കെയാണെന്ന് അത് മാൻഡേറ്ററി ആണ് കാണിക്കണം എന്നുള്ളത്, അതുണ്ടായിരുന്നു. എന്നിട്ട് അതിൽ ആ മറുപടിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, SEBI is investigating Adani Group's financial transaction with certain entities. 2020 3.5 കൊല്ലമായി SEBI ഇപ്പോഴും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, ഈ സുപ്രീം കോടതി അപ്പോയിന്റ് ചെയ്ത പാനൽ they said a very interesting thing. SEBI hit a wall, a dead end. ഈ അന്വേഷണത്തിൽ SEBI hit a dead end, a wall. കാരണം മറ്റു രാജ്യങ്ങൾ SEBI ആയിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നില്ല. Now, at the same time, the agencies which can take out these details from other jurisdictions, other countries, അവർ കോപ്പറേറ്റ് ചെയ്യണില്ല SEBI ആയിട്ട്. സോ ഇതിന്റെ ഔട്ട്കം എന്തായിരിക്കും നമുക്ക് ആലോചിച്ചറിയാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് വൺ. ഓക്കെ, SEBI സുപ്രീം കോടതിയോട് പറഞ്ഞു 24 അന്വേഷണങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്, 22 എണ്ണം കംപ്ലീറ്റ് ചെയ്തു. റിപ്പോർട്ട് എവിടെയാ? ആ 22 എണ്ണം എന്തുകൊണ്ട് SEBI സുപ്രീം കോടതിയിൽ സമർപ്പിച്ചില്ല? സുപ്രീം കോടതി എന്തുകൊണ്ട് SEBIയോട് ആ 22 റിപ്പോർട്ട്സും കംപ്ലീറ്റ് ചെയ്ത റിപ്പോർട്ട്സും സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞില്ല? SEBI ഇന്ന് വരെ നടത്തിയ അന്വേഷണങ്ങളിൽ, അഡാനിയുടെ മാത്രമല്ല, ഫോർ എനി കമ്പനി, ഇഫ് SEBI is doing an investigation, അതിൽ എത്ര റിപ്പോർട്ട് പുറത്തു വരാറുണ്ട്? ഇൻവെസ്റ്റേഴ്സ് എത്ര കാണാറുണ്ട്? SEBIയുടെ വെബ്സൈറ്റിൽ അതൊന്നും അപ്ലോഡ് ചെയ്യില്ല, ആർക്കും അറിയില്ല SEBI എന്താ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണേ.
ഇപ്പൊ ഒരു ഭയങ്കര ഹൈപ്പ് ഉണ്ട് അഡാനിയുടെ ഷെയർ പ്രൈസിൽ. നാളെ എന്തെങ്കിലും പുറത്തു വന്നാൽ ഇത് വീണ്ടും പൊളിയും. അപ്പോൾ വീണ്ടും പറയും എന്താ പറയുക, മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടായി, ഇത് ഇന്ത്യയെ തകർക്കാനുള്ള ഇതാണ്. അഡാനി ഇന്ത്യയാണോ? അഡാനി ഗ്രൂപ്പിനകത്തുള്ള കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാനുള്ള ഏർപ്പാടാണെന്ന് പറഞ്ഞു നടത്തുന്നത്. So Supreme Court should have looked into this thing. Supreme Court should have looked into these things and asked an independent investigation. സെബി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ നടത്തിക്കോട്ടെ. അത് എന്താ പറയുക, ആസ് എ റെഗുലേറ്റർ ലിസ്റ്റ് ചെയ്ത കമ്പനികളിലെ ഓഹരി തിരിമറികളെ കുറിച്ച് സെബി നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ സെബി നടത്തിക്കോട്ടെ. ബട്ട് the other aspects of money laundering, right, round tripping, tax evasion, ഇതിനെക്കുറിച്ചൊക്കെ സുപ്രീം കോടതി ഒരു അന്വേഷണത്തിന്, ഇൻഡിപെൻഡന്റ് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതായിരുന്നു. ഇന്നലെ ഓർഡർ വന്നു കഴിഞ്ഞപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഗൗതം അഡാനി ട്വീറ്റ് ചെയ്തു, താങ്ക്സ് ടു ദ സുപ്രീം കോർട്ട് ദ ട്രൂത്ത് വിൽ കം ഔട്ട്, ദ ട്രൂത്ത് വിൽ പ്രിവെയിൽ, സത്യമേവ ജയത്തെ എന്ന് പറയട്ടെ. പക്ഷെ പുള്ളിക്ക് ക്ലീൻ ചെയ്തൊന്നും കിട്ടിയിട്ടില്ല. എല്ലാം അങ്ങനെയാ. ഇനിയിപ്പോൾ വേറൊരു കാര്യം പറയാം. ഞങ്ങള് OCCRPയുടെ ഞങ്ങളൊരു ക്വസ്റ്റ്യനെയർ അയച്ചു. അപ്പം നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ, ഇൻവെസ്റ്റിഗേറ്റീവ് എന്ന് പറയുമ്പോൾ, റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുറേ സമയം എടുക്കും നമുക്ക്. വി ഹാവ് ടു ആക്സസ് ഓൾ ദ ഡോക്യുമെന്റ്സ്, വി ഹാവ് ടു സ്റ്റഡി എവറി വേർഡ് ഓഫ് ഇറ്റ്, വി ഹാവ് ടു മേക്ക് സെൻസ് ഓഫ് ഇറ്റ്, ബിക്കോസ് ദീസ് ആർ കോംപ്ലിക്കേറ്റഡ് തിങ്സ്. ലോട്ട് ഓഫ് ഇതുണ്ടാവും, സ്പ്രെഡ്ഷീറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഞങ്ങളെല്ലാം ഇതാക്കി ഞങ്ങൾ ഡ്രാഫ്റ്റ് ഒക്കെ ഫൈനൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ വി സെൻഡ് എ ഡീറ്റെയിൽഡ് ക്വസ്റ്റ്യനെയർ ടു Mr. Gautam Adani. We sent to SEBI. We sent to Ministry of Finance. We sent to PMO. Okay. But ആദ്യം അയച്ചത് അഡാനി ഗ്രൂപ്പിനായിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് മോർ ഡീറ്റെയിൽഡ്. 22 ഓഗസ്റ്റിന് ക്വസ്റ്റ്യനെയർ അയച്ചു. 23 ഓഗസ്റ്റിന് they inserted Pegasus in my colleague's phone. എൻ്റെ കൊളീഗ് ഉണ്ടായിരുന്നു, ആനന്ദ് മഗ്നാലെ, ഈസ് ദ സൗത്ത് ഏഷ്യ എഡിറ്റർ ഓഫ് OCCRP. അവൻ്റെ ഫോണിൽ പെഗാസസ് ഇട്ടു. വി കുഡ് ഫൈൻഡ് ഔട്ട്, കണ്ടുപിടിച്ചുകൊണ്ട് അത് ആംനസ്റ്റി കൺഫേം ചെയ്തു, ഇൻഡിപെൻഡന്റ് സിറ്റിസൺ ലാബ് കൺഫേം ചെയ്തു. എൻ്റെ ഫോണിലിടാൻ നോക്കി, പക്ഷെ എന്തുകൊണ്ടോ നടന്നില്ല അത്. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 30 ഇന്ത്യയിലൊരു 10-20 പേർക്ക് ആപ്പിളിൻ്റെ അലേർട്ട് കിട്ടി. അതിൽ വീണ്ടും എനിക്കും ആനന്ദിനും അലേർട്ട് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ടൈം അറൗണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ദേ കുഡൻറ്റ്, അവർക്ക് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല. സോ നമ്മൾ വിശ്വസിക്കണത് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ല, പെഗാസസ് ഇടാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറയണതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും അവിടെ. സോ സെബിയുടെ അന്വേഷണത്തിലായി എന്തെങ്കിലും പുറത്തു വരുന്ന ഐ ഡോണ്ട് ബിലീവ് പേഴ്സണലി, ബിക്കോസ് ഇതുവരെ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ദ മെയിൻ പോയിന്റ് ഇസ് സെബി നടത്തുന്ന അന്വേഷണം നടത്തിക്കോട്ടെ. അതല്ലാതെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇൻഡിപെൻഡന്റ് ഇൻവെസ്റ്റിഗേഷന് സുപ്രീം കോടതിയിൽ ഉത്തരവിടേണ്ടതായിരുന്നു. സുപ്രീം കോടതി ഓവർലുക്ക്ഡ് ഇറ്റ്. റൈറ്റ്. ഞാനൊരു ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്, അതായത് ഇപ്പം സുപ്രീം കോടതി പറയുന്നത് സെബിയാണ് ഇതിന് നിയമപ്രകാരം ചുമതലപ്പെട്ട ഏജൻസി ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ. അതിലേക്ക് കൂടുതൽ എൻട്രി ചെയ്യാനുള്ള അധികാരം സുപ്രീം കോടതിക്കില്ല, നിയമപരമായ അധികാരം സുപ്രീം കോടതിക്കില്ല എന്ന് സുപ്രീം കോടതി പറയുന്നു. അത് ഈ ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട, അവിടെ നടക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട അധികാരമാണ് സെബിക്കുള്ളത്. അതിന് പുറത്തുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. അതായത് കള്ളപ്പണമുണ്ട്, ടാക്സ് ഇവേഷനുണ്ട്, മറ്റേ റൂട്ടിംഗ് ഓഫ് മണിയുണ്ട്, മറ്റ് രാജ്യത്തിന് പുറത്തുള്ള ഷെൽ കമ്പനികളെ ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻ നടത്തും. ഇത്തരം കാര്യങ്ങൾ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണേണ്ടതായിരുന്നു. അത് കാണുകയോ അതിലേക്ക് കടക്കാൻ കോടതി തയ്യാറാവുകയോ ചെയ്തില്ല എന്നുള്ളതാണ് ഈ വിധിന്യായത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതാണ് ഞാൻ പറഞ്ഞത്. സോ ദാറ്റ്സ് വാട്ട് എക്സാക്ട്ലി ഹാപ്പൻഡ്. അപ്പോൾ കോടതി അതിൻ്റെ ഒരു ആസ്പെക്ട് മാത്രമേ നോക്കിയുള്ളൂ. സോ ബേസിക്കലി ഓഹരി വിപണിയിൽ ഷെയർ മാർക്കറ്റിൽ വൊളാറ്റിലിറ്റി ഉണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് സെബിയാണ് അത് നോക്കേണ്ടത്. ഫൈൻ, സെബി നടത്തിക്കോട്ടെ. പക്ഷെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച്, അതായത് റൗണ്ട് ട്രിപ്പിംഗ് ഓഫ് മണി, റീറൂട്ടിംഗ് ഓഫ് മണി, ടാക്സ് ഇവേഷൻ, യൂസിങ് ഷെൽ കമ്പനീസ് ഇൻ ജൂറിസ്ഡിക്ഷൻസ് വിത്തൗട്ട് ഡിസ്ക്ലോഷർ, റൈറ്റ്. ഇപ്പോൾ വേറൊരു കാര്യം പറയാം. ഈ അടുത്ത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അഡാനി പോർട്സിൻ്റെ ഓഡിറ്റേഴ്സ് ഡിലോയിറ്റ് റിസൈൻ ചെയ്തു. അപ്പോൾ അവരുടെ ക്വാളിഫൈഡ് ഒപ്പീനിയനിൽ, ഓഡിറ്റിംഗ് ഒപ്പീനിയനിൽ അവർ പറഞ്ഞു കുറച്ച് കമ്പനീസ്
ഇത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണോ എന്നുള്ളതിനെ കൃത്യമായിട്ടുള്ള ഉത്തരം അഡാനി ഗ്രൂപ്പിന് കൊടുക്കാൻ പറ്റിയില്ല. ആൻഡ് സോ ആ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട്. സോ ദീസ് ആർ ദ തിങ്സ് വിച്ച് ഷുഡ് ഹാവ് ബീൻ ഇൻവെസ്റ്റിഗേറ്റഡ് സെപ്പറേറ്റ്ലി. അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സുപ്രീം കോടതിക്ക് ഓർഡർ ചെയ്യേണ്ടായിരുന്നു, ചെയ്തില്ല. ഈ ഭാഗത്തേക്ക് കടക്കാതിരുന്ന സുപ്രീം കോടതി ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതോടുകൂടി ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരി വിലയിലുണ്ടായ വീഴ്ച, അതുണ്ടാക്കിയ ആഘാതം, അതേക്കുറിച്ച് വേണമെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷിക്കണം, ഇൻവെസ്റ്റേഴ്സിനുണ്ടായ നഷ്ടത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ വലിയ തോതിൽ വേവലാതിപ്പെടണം എന്ന് സുപ്രീം കോടതി വളരെ കാര്യമായി പറഞ്ഞിട്ടുണ്ട്. അല്ല, സുപ്രീം കോടതിയിലെ ഓർഡറിൽ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ആരെങ്കിലും ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷോർട്ടിങ് ഇന്ത്യയിൽ ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഷോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിക്കണം, എന്നിട്ട് അവർക്കെതിരെ ലീഗൽ ആക്ഷൻ എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നൗ ദ ഇൻട്രസ്റ്റിംഗ് ആസ്പെക്ട് ഓഫ് ദിസ് ഇസ് ദാറ്റ് നമ്മളിപ്പോൾ ഏത് ലിസ്റ്റഡ് കമ്പനി എടുത്തു കഴിഞ്ഞാലും, കൊള്ളാവുന്ന വലിയ ലിസ്റ്റഡ് കമ്പനീസ് ഏതെടുത്തു കഴിഞ്ഞാലും ഈ അനലിസ്റ്റുകളുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാവും അതിനെ പറ്റിയിട്ട്. ഓക്കെ, അഡാനി ഗ്രൂപ്പിൽ ഒരു കമ്പനിക്കേ ഉള്ളൂ അത്. എന്നിട്ടും പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നോക്കുക, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടും ലോങ് ടേമിലാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ട്രേഡർ ആണെങ്കിൽ അവർക്കത് ഡെയിലി പരിപാടി ആയതുകൊണ്ട് അവർ വാങ്ങും വെക്കും. പക്ഷെ അഡാനി ഗ്രൂപ്പിന്റെ ഷെയർസിൽ അങ്ങനത്തെ മാസീവ് ട്രാൻസാക്ഷൻസ് നടക്കാറില്ല, ബൾക്ക് ഡീലിങ്സോ അങ്ങനത്തെ വലിയ, ഇത് വളരെ അപൂർവമായിട്ട് നടക്കാറുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് പ്രൊമോട്ടർ ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, എന്നിട്ടും ഇതിന്റെ ഷെയർ പ്രൈസസ് ഇത്രയും മേലെ പോകണമെങ്കിൽ ഈ ഓരോ കമ്പനികളുടെയും നമ്മൾ ഷെയർസിന്റെ ബുക്ക് വാല്യൂ എടുത്ത് നോക്കുക. ഇത് ആക്ച്വൽ ബുക്ക് വാല്യൂന്റെ 600-700% കൂടുതലായിട്ടാണ് ഇത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണത്, മാർക്കറ്റിൽ അവൈലബിൾ. സോ വാട്ട് ഈസ് ദ ബേസിക് റീസൺ? ഇപ്പൊ ഞങ്ങളിത് അന്വേഷിക്കാൻ കാരണം, സോ വി ഹാഡ് എ വെരി സ്ട്രോങ് സസ്പീഷൻ ദാറ്റ് ഇപ്പൊ ഇന്ത്യയിലെ നിയമങ്ങൾ വെച്ചിട്ട്, റെഗുലേറ്ററി നിയമങ്ങൾ വെച്ചിട്ട് ഒരു കമ്പനി ലിസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം ഹോൾഡിംഗ് പ്രൊമോട്ടേഴ്സിന് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് 75% ആണ്, 75%. അതിന് മേലെ പബ്ലിക് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ ഈ അഡാനി ഗ്രൂപ്പിന്റെ ഇത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലിസ്റ്റഡ് കമ്പനികളിലും ആ സമയത്ത് ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് ഓൾമോസ്റ്റ് എല്ലാ കമ്പനികളിലും എക്സെപ്റ്റ് വൺ വിച്ച് ഇസ് ദിസ് അഡാനി ഗ്യാസ്, പ്രൊമോട്ടർ ഗ്രൂപ്പിന്റെ ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 75% ആയിരുന്നു. അഡാനി ഗ്യാസിൽ അങ്ങനെ അല്ലായിരിക്കും, കാരണം ബാക്കി കുറച്ച് പെർസെന്റ്, 20% അടുത്ത് ഇറ്റ് വാസ് വിത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഓർ സംതിങ്. അല്ല, ഇറ്റ് വാസ് വിത്ത് ടോട്ടൽ ഗ്യാസ്. ഇറ്റ്സ് എ ഫ്രഞ്ച് കമ്പനി. ഇറ്റ്സ് എ ടോട്ടൽ ഗ്യാസ് SA. ഇറ്റ്സ് എ ടോട്ടൽ SA. ഇറ്റ്സ് എ ഫ്രഞ്ച് ഗ്രൂപ്പ്, ഓയിൽ മേജർ. അപ്പൊ അവരുടെ കയ്യിലായിരുന്നു. അപ്പൊ അതും ഇതും കൂടെ കൂടിക്കഴിഞ്ഞാൽ വീണ്ടും 70% പ്രൊമോട്ടേഴ്സിന്റെ അടുത്ത് തന്നെ. ബാക്കിയുള്ളതിൽ ഓൾമോസ്റ്റ് 18, എനിവേ ബിറ്റ്വീൻ 12.5 to 22% were with FPIs, foreign portfolio investors. അപ്പൊ ഈ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിനെ കുറിച്ച് ഞാൻ 2021 ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റ്സ് ദെയർ ഇൻ പബ്ലിക് ഡൊമൈൻ. ഇതിൽ ഒരുപാട് ഫിക്ടീഷ്യസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇവര് അവരുടെ ആക്ച്വൽ ബെനിഫിഷ്യൽ ഓണേഴ്സ് ആണെന്ന് ഈ FPIs പറയുന്ന ആരും തന്നെ ഇതിന്റെ ഓണേഴ്സ് അല്ല. ആൻഡ് ദീസ് ആർ ആക്ച്വലി എന്താ പറയാ, ഈ മാനേജ്മെന്റ് കമ്പനീസ് ഉണ്ടല്ലോ, അതിന്റെ ഡയറക്ടേഴ്സ് ആൻഡ് എംപ്ലോയീസ് ഒക്കെയാണ്, ഇവരുടെ അല്ല. അപ്പൊ ഇതിൽ പൂൾഡ് ഇൻവെസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഇതിലെ ഇൻവെസ്റ്റേഴ്സ് ആരാണ് അധികം ഹോൾഡ് ചെയ്യണം, ആർക്കാണ് അധികം ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത്, അപ്പൊ അതിനെ പറ്റിയിട്ട് ഈ FPIs ഡിസ്ക്ലോസ് ചെയ്യാറില്ല. That's why OCCRP started investigation into it, and we took almost 15 months. So we established അഡാനിയായിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള, വളരെ അടുത്ത ബിസിനസ് റിലേഷൻസ് ഉള്ള 2 പേര്. ഒന്ന് നാസർ അലി ഷാബാൻ അലി, UAE നാഷണൽ. ഈ കക്ഷിയാണ് വിനോദ് റാണിക്ക് വേണ്ടിയിട്ട് ദുബായിൽ പേപ്പർ കമ്പനി തുടങ്ങി കൊടുത്തത്, ഇമ്പോർട്ട് ചെയ്യാൻ. രണ്ടാമത്തെ കക്ഷി ചാങ് ചുങ് ലിങ്. ഹീസ് എ തായ്വാനീസ് നാഷണൽ, റിപ്പബ്ലിക് ഓഫ് ചൈന. He has a connection with Gautam Adani as per his son, Chang Chung-ling, the son. And the pair Chang Chien-ting, Morris Chang. So this guy gave an interview to a Taiwanese media and said his father met Gautam Adani way back in 1988. And രണ്ടുപേർക്കും ഇനീഷ്യൽ ഡിസ്കഷനിൽ തന്നെ ഭയങ്കര ദോസ്തിയായി, നല്ല ഫ്രണ്ട്ഷിപ്പായി. Then they started Adani Group
സോ അഡാനി ഗ്രൂപ്പ് ആദ്യം ഫോം ചെയ്യുമ്പോൾ തന്നെ ചാങ്ചുങ് ലിങ്ക് വാസ് എ പാർട്ട് ഓഫ് ഇറ്റ്. ഈ ചാങ്ചുങ് ലിങ്കിന്റെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഗുദാമി ഇന്റർനാഷണൽ. അഡാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനി ഉണ്ട്, ഇത് ഗുദാമി ഇന്റർനാഷണൽ സിംഗപ്പൂർ രജിസ്റ്റർ ആണ്. ചാങ്ചുങ് ലിങ്കിന്റെ ഒരു കമ്പനി ഉണ്ട്, ഗുദാമി ഇന്റർനാഷണൽ. അഡാനി ഗ്രൂപ്പിന്റെ ഒരു കമ്പനി 99-ലോ 2000-ലോ മറ്റേ ഇൻകോർപ്പറേറ്റ് ചെയ്തു, അഡാനി ഗ്ലോബൽ PTE ലിമിറ്റഡ്. ഫോർ ഓൾമോസ്റ്റ് 8 years രണ്ട് കമ്പനികളുടെയും രജിസ്റ്റർഡ് അഡ്രസ് സെയിം ആയിരുന്നു. Changchung Ling was a director in two of the subsidiaries of Adani's listed company, which is Adani Enterprises Limited. അതിന്റെ പേര് അഡാനി എക്സ്പോർട്സ് ലിമിറ്റഡ് എന്നായിരുന്നു. ഇതിന്റെ ഒരു മൗറീഷ്യസ് ബേസ്ഡ് മെയിൻ സബ്സിഡിയറി ഉണ്ട്, അഡാനി ഗ്ലോബൽ ലിമിറ്റഡ്. ഇതില് ചാങ്ചുങ് ലിങ് ഡയറക്ടർ ആയിരുന്നു, വിനോദ് റാണിയും ഡയറക്ടർ ആയിരുന്നു സെയിം ടൈം. അഡാനി ഗ്ലോബൽ PTE ലിമിറ്റഡിലും വിനോദ് അഡാനിയും ചാങ്ചുങ് ലിങ് സെയിം ടൈമിൽ ഡയറക്ടേഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ ഇവരുടെ ബിസിനസ് അസോസിയേഷൻ ഇത്രയും ഭയങ്കര ക്ലോസ് ആണ്. 2007 അഡാനി പോർട്സ് APSEZ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവരുടെ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം. ലിസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ പബ്ലിക് ഡൊമൈനിൽ ഇടണം, മാൻഡേറ്ററി ആണ്. അപ്പൊ അതിലൊരു റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞിട്ട് കമ്പനി പുറത്തിറക്കും. അത് സെബിയിൽ ഫയൽ ചെയ്യണം. അതില് ഈ ഗുദാമി ഇന്റർനാഷണൽ ചാങ്ചുങ് ലിങ്ങിന്റെ കമ്പനി ആ സമയത്ത് തന്നെ അഡാനി പോർട്സിന്റെ 7.2% സ്റ്റേക്ക് ഈ ഗുദാമി ഇന്റർനാഷണൽ ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കഴിഞ്ഞ വർഷം ഞാൻ 2 കണ്ടുപിടുത്തങ്ങൾ നടത്തി. ഹിൻഡൻബർഗ് വരുന്നതിന് മുമ്പ്, അല്ല, ഈ 23 ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്നതിന്റെ ശേഷം, ഒന്ന്, അഡാനിയുടെ മെയിൻ കോൺട്രാക്ട്സ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി ഉണ്ട്, PMC Projects India Limited. അത് അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോൾ അത് ചാങ്ചുങ് ലിങ്ങിന്റെ മകന്റെ കമ്പനിയാണ്. അഡാനിയുടെ എല്ലാ കോൺട്രാക്ട്സും ഇതാ ചെയ്യണത്. ഓക്കെ, ഇപ്പൊ പോർട്ടായാലും റെയിൽവേ ലൈൻ ആയാലും ഇൻഫ്രാസ്ട്രക്ചർ റോഡായാലും, യു നെയിം ദം, എവറിത്തിങ് ഈസ് വിത്ത് PMC Project Infra. ഇതിൽ ക്രോസ് ഡയറക്ടർഷിപ്പ് ഉണ്ടായിരുന്നു കുറെ കാലം, അഡാനിയുടെ എംപ്ലോയീസിന്റെ ഡയറക്ടേഴ്സ് ഒക്കെ ആയിരുന്നു. പക്ഷെ ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യൽ ഓണർ ഈ ചാങ് ചിയൻ ടിങ് ആണ്, ചാങ്ചുങ് ലിങ്ങിന്റെ മകൻ. വേറൊരു കമ്പനി വിച്ച് ഇസ് ക്ലോസ് ഡൗൺ ലേറ്റർ, ഇറ്റ്സ് അമാൽഗമേറ്റഡ്, വ്യോം ട്രേഡ് ലിങ്ക്. CBI 2010 ഒരു കേസ് ഫയൽ ചെയ്തു കമ്പനിക്ക്. 2012 ഒരു കേസ് ഫയൽ ചെയ്തു. അഡാനി ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ഇമ്പോർട്ടേഴ്സ് ഓഫ് കോൾ, കൽക്കരി. അപ്പോൾ ഏതൊരു ഇതിന്റെ ഗവൺമെന്റ് ആന്ധ്രയിലെ ഗവൺമെന്റ് പവർ കമ്പനീസ് കോൾ ഇമ്പോർട്ട് ചെയ്യാൻ ടെൻഡർ വിളിച്ചപ്പോൾ അത് ഫിക്സ് ചെയ്തു അഡാനി. ഗവൺമെന്റ് ഓഫീഷ്യൽസ്, സെൻട്രൽ ഗവൺമെന്റിലെ ഓഫീഷ്യൽസിനെ വെച്ചിട്ട് അത് ഫിക്സ് ചെയ്തു. കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതില് ഈ വ്യോം ട്രേഡ് ലിങ്കിനെ ഒരു എന്താ പറയാ ഡമ്മി ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചു, പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്യുക വിത്ത് എസ്കലേറ്റഡ് പ്രൈസ്. അതിന്റെ ഇൻവെസ്റ്റിഗേഷനിൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. കേസ് ഇപ്പോൾ കോടതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതിന്റെ ഓണർ, ഈ വ്യോം ട്രേഡ് ലിങ്കിന്റെ ഓണർ, ഇറ്റ് വാസ് അഗൈൻ ചാങ്ചുങ് ലിങ്. 2015 വരെ ഈ ഗുദാമി ഇന്റർനാഷണലിന് വേരിയസ് അഡാനി ഗ്രൂപ്പ് കമ്പനീസിൽ സ്റ്റേക്ക് ഉണ്ടായിരുന്നു. 2015 ഫിനാൻഷ്യൽ ഇയർ 2015-16 ഫസ്റ്റ് ക്വാർട്ടർ കഴിയണ വരെ, അതായത് ഏപ്രിൽ, മെയ്, ജൂൺ 31 വരെയുള്ള ഡേറ്റ അതിൽ കാണാൻ പറ്റും. ജൂൺ 30 വരെയുള്ള ഡേറ്റ അതിലുണ്ട്. സോ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ബിസിനസ് റിലേഷൻ ഉണ്ടായിട്ട് വേറൊരു കമ്പനിയിലും കൂടെ പുള്ളി ചെയർമാൻ ആയിരുന്നു. പക്ഷെ അതിനെപ്പറ്റി 2019 വരെ ഉണ്ടായിരുന്നു അത്. അപ്പൊ അതിപ്പോ പറയുന്നില്ല, കാരണം ഞങ്ങളുടെ അടുത്ത ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണത്. അത് മുഴുവൻ കൺഫേം ആയിട്ടില്ല. പക്ഷേ വി ആർ ഷുവർ, ഓൾമോസ്റ്റ് ഷുവർ, 99% ഷുവർ. ബാക്കി 1% കൺഫേം ചെയ്തിട്ട് പറയാം. ഇത്രയും ഇതുള്ള ക്ലോസ് റിലേഷനുള്ള ചാങ്ചുങ് ലിങ് ആൻഡ് നാസർ അലി ഷാബാൻ അലി, ദേ ആർ വെരി ക്ലോസ് വിത്ത് വിനോദ് റാണി ഓൾസോ. അവര് റൗട്ടിംഗ് ദിസ് മണി ടു വേരിയസ് ഫണ്ട്സ് ആൻഡ് ദോസ് ഫണ്ട്സ് ആർ ഇൻവെസ്റ്റിംഗ് ഹിയർ. ഇപ്പൊ നമ്മളുടെ ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ കണ്ടെത്തിയത് ഈ 2 ഫണ്ടുകളും, ഈ എമർജിംഗ് ഇന്ത്യ ഫോക്കസ് ഫണ്ടിലും EM റീസർജന്റ് ഫണ്ടിലും,
The largest investors were these two individuals. ഒരു സമയത്ത് ഇതിന്റെ ഫിഡർ ഫണ്ടിൽ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിന്റെ 47% അവരുടെ മൊത്തം ആ ഫണ്ടിന്റെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെന്റിന്റെ AUM 47% ഇവരുടെ ആയിരുന്നു. ആൻഡ് ദിസ് മണി വാസ് ഇൻവെസ്റ്റഡ് ഇൻ അഡാനി ഗ്രൂപ്പ്. ഇത് തെളിവ് സഹിതം കൊടുത്തിട്ട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു തേർഡ് പാർട്ടി ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ട്സ് മുഖവിലയ്ക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അതിന് വാലിഡേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ വാലിഡേറ്റ് ചെയ്യണമെന്ന് സുപ്രീം കോടതിക്ക് ഉണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതി ഷുഡ് ഹാവ് ആസ്ക്ഡ് OCCRP ടു സബ്മിറ്റ് ദ ഡോക്യുമെന്റ്സ്. നിങ്ങളുടെ ഇതിന് ആധികാരികമായിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്താണ് എന്ന് സുപ്രീം കോടതിക്ക് ഞങ്ങളോട് ചോദിക്കായിരുന്നു, സബ്മിറ്റ് ചെയ്യാൻ പറയായിരുന്നു. ഇറ്റ്സ് എ കോർട്ട് ഓർഡർ, നമ്മളില്ല എന്ന് പറയോ? റൈറ്റ്. സോ ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. സോ ദ ഇന്റൻഷൻ ഈസ് വെരി ക്ലിയർ. പക്ഷെ അത് നേരിട്ട് പറയാൻ പറ്റില്ല. ഇന്റൻഷൻ വാസ് വെരി ക്ലിയർ. അത് അഡാനിനെ എങ്ങനെയെങ്കിലും ഒന്ന് ഊരി കൊടുക്കണം. കാരണം അഡാനിക്ക് വല്ലതും വന്നാൽ മോദിക്ക് തലവേദനയാവും. അപ്പോൾ അതിന്നൊന്ന് ഊരി കൊടുക്കണം. അത് ഐ മീൻ ദേ ഡിഡ് ഇറ്റ്. നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് കോടതിയിലൊരു കേസ്, അല്ലെങ്കിൽ ഓഹരി വിപണിയിലെ ചില ക്രമക്കേടുകൾ, ഫണ്ട് റീറൂട്ട് ചെയ്യുന്നതുകൊണ്ട് ഓഹരിയിൽ നിക്ഷേപിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അല്ലെങ്കിൽ ലാഭം, ക്രമവിരുദ്ധമായ ലാഭം അദാനിക്കുണ്ടാകുന്നത്, ഇത് മാത്രമാണ് നമ്മളുടെ മുമ്പിലൊരു പ്രശ്നം. ഇതിനപ്പുറത്ത് ഇത് രാജ്യത്തെ ജനങ്ങളുടെ നിക്ഷേപത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെ സമ്പത്തിനെ, ഇതിനൊക്കെ ഏത് വിധത്തിലാണ് ബാധിക്കുക? ഇപ്പോൾ OCCRPയുടെ റിപ്പോർട്ടിൽ ഈ ഇൻഫ്ലേറ്റഡ് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് കൂടുതൽ വായ്പകൾ അവൈൽ ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് രാജ്യത്തെ മൊത്തത്തിൽ ബാധിക്കുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ അഡാനി ഗ്രൂപ്പിന്റെ ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു 14 പോർട്സ് ഉണ്ട്, സീ പോർട്സ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മൊണോപ്പൊളി. 7 എയർപോർട്ടുകളുണ്ട്. റൈറ്റ്. പ്രൈവറ്റ് സെക്ടറിലെ ഏറ്റവും വലിയ എയർപോർട്ട് ഓപ്പറേറ്ററാണ്, പോർട്ട് ഓപ്പറേറ്ററാണ്. ഇൻ എ വേ Adani has become a larger port operator than Government of India itself now. Okay. He is the largest importer of coal, largest producer of coal in private sector, largest producer of electricity in private sector. അപ്പോൾ അഡാനി കൈവയ്ക്കാത്ത മേഖലകൾ ഏതാണ്? വെർച്വലി നത്തിങ്. എന്തിൽ നാഷണൽ ഹൈവേസ് അഡാനി ഉണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, കോർ ഇൻഫ്രാസ്ട്രക്ചറിൽ അഡാനി കൈവയ്ക്കാത്ത മേഖലകൾ ഒന്നും തന്നെ ഇല്ല. ഓക്കെ. ഈ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ എവിടുന്നാണ് വരുന്നത്? സോ ബേസിസ് എന്താണ്? ഇപ്പൊ നമ്മൾ ഹിൻഡൻബർഗ് റിസർച്ചിന്റെ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം അഡാനിയുടെ ഓഹരികളുടെ മൂല്യം കുറഞ്ഞപ്പോൾ there were warnings. ഇപ്പോൾ ഇവരുടെ തന്നെ ഈ ഷെയർസിനെ എന്തിനാ റിഗ് ചെയ്യണത്? അപ്പൊ ഇങ്ങനെ ഈ ഷെയർസ് ഇങ്ങനെ കൂടുതലായിട്ട് പോകുമ്പോൾ, ഹൈ വാല്യൂവിൽ പോകുമ്പോൾ കമ്പനികളുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടും. ഒന്ന്, അപ്പോൾ ആ കമ്പനി ഭയങ്കര നല്ല ഹെൽത്തിലാണ്, നല്ലപോലെ നടത്തപ്പെടുന്ന കമ്പനിയാണെന്ന് പ്രൊജക്ട് ചെയ്യാൻ ഇറ്റ് ഹെൽപ്സ്. പക്ഷെ അഡാനി കമ്പനികളുടെ നമ്മൾ ഇഫ് യു ലുക്ക് അറ്റ് ദ കോർപ്പറേറ്റ് ഗവർണൻസ് ഓഫ് അഡാനി കമ്പനീസ്, 2016-നും 2022-നും ഇടയ്ക്ക് 6-7 CFOs അദാനി കമ്പനീസ് വിട്ടുപോയി, ഡിഫറെന്റ് CFOs. That's a bad sign actually, right? So these should be questioned. ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ this should be questioned, it should be pointed out. അതാണ് നേരത്തെ പറഞ്ഞത്. അഡാനി കമ്പനികളിൽ നമ്മൾ ഇപ്പോൾ അനലിസ്റ്റിന്റെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കമ്പനിയിൽ അഡാനി പോർട്സിന്റെ മാത്രമേ കിട്ടുള്ളൂ, വേറെ അനലിസ്റ്റിക് റിപ്പോർട്ട്സ് ഒന്നും വരാറില്ല. വൈ? ഇപ്പോൾ അഡാനി ഗ്രൂപ്പിന്റെ ഷെയർസ് എത്രയും ഹൈയിലൊക്കെ പോണ്ടെങ്കിലും നമ്മൾ എത്ര മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ലൈക്ക് രാധാകൃഷ്ണൻ ദമാനി, അങ്ങനെയുള്ള ഫേമസ് ആയിട്ടുള്ള ഇൻവെസ്റ്റർ, അങ്ങനെ എത്ര പേര് അഡാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്? വെർച്വലി നത്തിങ്. വൈ സോ? അപ്പോൾ ഈ മാർക്കറ്റ്സിന്റെ ബേസിക്സും ഫണ്ടമെന്റൽസും അറിയാവുന്ന ആരും അഡാനി ഗ്രൂപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല. സോ ദിസ് എ ഹൈപ്പ്. ഇത് ഒരു ബലൂണാണ്. ആ കഴിഞ്ഞ തവണ പൊട്ടിയ പോലെ ഇനി അത് പൊട്ടും. പക്ഷെ ഇപ്രാവശ്യം പൊട്ടുമ്പോൾ കഴിഞ്ഞ തവണത്തെക്കാട്ടിലും ആഘാതം കൂടുതലായിരിക്കും. അപ്പൊ ഈ ഒന്നും ആലോചിക്കാതെ മോദിയുടെ സപ്പോർട്ടർ അഡാനിക്കുണ്ട്, അതുകൊണ്ട് കമ്പനി വളരുകയാണെന്നുള്ള ഇതില് ഈ കമ്പനിയുടെ ഓഹരികൾ വാങ്ങിച്ചു കൂട്ടുന്നവര് പിന്നെയും
പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെയും കരയാൻ തുടങ്ങും. റൈറ്റ്. സോ ഇത് കൺട്രോൾ ചെയ്യേണ്ടത് സെബിയുടെ ചുമതലയാണ്. സെബി ചെയ്യില്ല എന്ന് നമുക്കറിയാം, സെബി ചെയ്യില്ല എന്ന് നമുക്കറിയാം. ഇപ്പൊ ഇങ്ങനെ സെബി അഡാനി ഗ്രൂപ്പിന് ഇതിനെ പറ്റിയിട്ട് അന്വേഷണം നടത്തേണ്ട 2020 മുതൽ എന്ന് പറഞ്ഞു. അത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫിനാൻസ് ആണ് പറഞ്ഞത്, പാർലമെന്റിലാണ്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ സെബി നടത്തുന്നുണ്ടെങ്കിൽ why did SEBI chairman met Gautam Adani at her office in Mumbai? Gautam Adani 2022 സെപ്റ്റംബറിലും ഒക്ടോബറിലും ആയിട്ട് 2 തവണ സെബി ചെയർപേഴ്സൺ മാധവി പുരി ബുച്ചിനെ പോയി കണ്ടു. അവരെന്താണ് ഡിസ്കസ് ചെയ്തത്? If SEBI is investigating on Adani, is it a conflict of interest for Madhavi Puri Butch, the chairman of SEBI, to entertain a businessman on whose company, the organization in which she is a chairman, is investigating? SEBI അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ടെങ്കിൽ സെബി ചെയർമാൻ മാധവി പുരി ബുച്ച് ഗൗതം അഡാനിയെ കാണുന്നത് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ? അവരെന്താണ് ഡിസ്കസ് ചെയ്തത്? ഗൗതം അഡാനി പറഞ്ഞു ഇറ്റ്സ് എ കേർട്സി വിസിറ്റ്. അങ്ങനെ സെബി ചെയർമാനെ കേർട്സി വിസിറ്റ് ചെയ്യാൻ എത്ര ഇൻഡസ്ട്രിയൽ ടൈക്കൂൺസ് പോവാറുണ്ട്? ആൻഡ് വൈ ദിസ് കേർട്സി വിസിറ്റ് എസ്പെഷ്യലി വെൻ സെബി ഈസ് ഇൻവെസ്റ്റിഗേറ്റിംഗ് അഡാനി ഗ്രൂപ്പ്? ഐ മീൻ, ഇപ്പൊ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ദാറ്റ് ഈസ് വാട്ട് അഡാനി ഓൾസോ ട്രൈ ടു പ്രൊജക്ട് വെൻ ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന ശേഷം. അവരുടെ ഇപ്പൊ നാളെ അഡാനി ഗ്രൂപ്പ് പൊളിഞ്ഞു എന്ന് വിചാരിക്കുക. ഈ 7 എയർപോർട്ടും ഡെവലപ്പ് ചെയ്ത് വികസിപ്പിച്ച് എന്താ പറയാ ഭയങ്കര സുന്ദരമാക്കാം, ഫെസിലിറ്റീസ് ഒക്കെ കൂട്ടാന്നുണ്ടല്ലോ അഡാനി എടുത്തത്. ഗ്രൂപ്പ് പൊട്ടിയാൽ ഈ എയർപോർട്ടിന്റെ ഡെവലപ്മെന്റിന്റെ അവസ്ഥ എന്താവും? 1. 14 പോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ പോർട്ടുകളുടെ അവസ്ഥ എന്താവും? അഡാനി ഗ്രൂപ്പ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഹൈവേകൾ, അഡാനി ഗ്രൂപ്പിന് കിട്ടിയ കോൺട്രാക്ട്സിൽ ഹൈവേസിന്റെ എന്താവും? റൈറ്റ്. സോ ഇങ്ങനെ ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഇഫ് സംതിങ് ഗോസ് റോങ്, ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു എഫക്ട് ദ കൺട്രി, ഇറ്റ് ഷുഡ് ബി ഡിസ്കസ്ഡ്. ആൻഡ് ഹൗ മെനി പീപ്പിൾ ഡിസ്കസ് ദാറ്റ്? Why the government itself, at least the finance ministry, why it is not taking the initiative to discuss these things? Just because Gautam Adani is a close friend of Mr. Narendra Modi, or they're closely associated, just because of that, can the government create a monopoly just like this? Right? ഇപ്പൊ നാളെ 2021-22 എപ്പോഴായിരുന്നു മുന്ദ്രയിൽ ഒരു വലിയ ഇതുണ്ടായി, ഡ്രഗ്സ് സീഷർ ഉണ്ടായത്. It was 3 ton, something like that, around 22,000 crores വാല്യൂ ഉള്ളത്. So now അതിനെതിരെ ക്രിറ്റിസിസം വരുന്നപ്പോ എന്തുകൊണ്ട് മുന്ദ്രയിൽ ഇങ്ങനെ പിടിക്കപ്പെടുന്നു എന്നുള്ള, മുന്ദ്രയിൽ ഇങ്ങനെ ഡ്രഗ്സ് വരുന്നു എന്നുള്ള ഇതുണ്ടായി കഴിഞ്ഞപ്പോ അഡാനി ഡിസൈഡഡ് he will not import anything from Afghanistan, Pakistan and Iran. So നമ്മൾ ഇങ്ങനത്തെ monopolies create ചെയ്യുമ്പോൾ these are fallouts. Yes. Whatever may be our relation with Pakistan, that's a sovereign nation. Government still has trade relationship with Pakistan. Who is Adani to say that he will not accept cargoes from these 3 countries? What right? So these are some issues when we create such monopolies. So this is going to affect the country in a big way someday. But naale, for example, Narendra Modi government പുറത്തായി എന്ന് വിചാരിക്കുക, അഡാനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇതുപോലത്തിൽ ഉണ്ടാവുമോ? ഉണ്ടാവില്ല. So this is again, I'm saying this is a balloon. Adani Group is a balloon. Because I was investigating this group since now 6-7 years, right? I closely watch every movement of this group, every development of this group. This is forgery number 1.
ദാറ്റ്സ് ഇറ്റ്. അത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തട്ടെ. എന്നെ വിളിച്ചതിന് നന്ദിയുണ്ട്. താങ്ക്സ്. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് us.